കൂടും കിടക്കയുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. ഇന്ന് മോഹൻലാൽ പറഞ്ഞ പോലെ നമ്മളെല്ലാം കെട്ടിപ്പറക്കിയിട്ട് നേരെ പോവാണ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലേക്ക്. ഇന്ന് നമ്മൾ രോഹു കട്ട്ല അങ്ങനെയാണ് നമ്മുടെ പ്ലാന്. അവിടെ പോയി നോക്കണം എന്താവും എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ കേസ് നമ്മൾ അവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തീറ്റ സെറ്റാക്കണം. തീറ്റയൊക്കെ കറക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉണ്ടമ്പരി പോലെ. ഇനി നേരെ അറിയാം. ആദ്യം ആശ അറിയട്ടെ. ആശാനല്ലേ തുടങ്ങണ്ടേ? ആശാൻ്റെ എറിയണ്ട കേട്ടോ, അടിപൊളി ഇറാം. ഇനി നമ്മൾ ശിഷ്യന്മാർ മാത്തൻ പോത്തൻ. ആഹാ അടിപൊളി. രണ്ടാൾ എറിഞ്ഞ് അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി സാധനം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫിഷിങ്ങിൻ്റെ പ്രത്യേകത ഉണ്ട്. നല്ല കട്ട വെയിറ്റിങ്ങാണ്. പക്ഷേ വെറുതെ ഇരിക്കാട്ടാ. മീനടിക്കില്ലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ. വീണ്ടിട്ടാ അതാണ് തുളി. ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞിട്ട് എടുത്തില്ല. അപ്പൊ ഈ മീൻ ഇത് പറഞ്ഞിട്ടുള്ളൂ. കൊത്തണ്ടാ അതുകൊണ്ട് ഞാൻ മീല്ലേ മതി. നെറ്റ് എടുത്തേ പേട്ടെ. അടുത്തേക്കൊണ്ടാ വലിക്കണ തൂളി തന്നെയല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് മീനിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ട്ല രോഹുവിനാണ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷെ നമുക്ക് 2 തൂളിനെ കിട്ടി. ചെറിയ മീനായാലും മീൻ പിടുത്തക്കാർക്ക് വലുതാട്ടത്. അത് മീൻ പിടിക്കാൻ നമ്മളെ ആൾക്കാർക്ക് അറിയണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ചാനലിൽ വരുമല്ലോ, കവാസിയ ഫിഷിംഗ്, കേച്ചൻ വാച്ചൻ കുക്ക് ആൻഡ് ഈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ നമ്മൾ ഇന്ന് നേരെ വന്നിട്ട് ഇവിടെ കുക്ക് ചെയ്യണ്ട. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫിഷ് അങ്ങനെ വീട്ടിലെത്തി. അച്ഛൻ അതിൻ്റെ കട്ടിങ് പരിപാടികൾ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അതിനിടയിൽ ഒരുത്തൻ ഇവിടെ കയറി വന്നല്ലോ. ഇതാ വന്നു. അപ്പോൾ അവനെ ഈ മീൻ പരിചയപ്പെടുത്തണം. ഒരു ഷോ ഓഫ് വെറുതെ ആവശ്യമില്ലാതെ. നോക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ തൂളിനെ കുക്ക് ചെയ്യാൻ പോണത് ഈ നിൽക്കണ മുതലാട്ടാ. അപ്പോൾ നമുക്ക് നേരെ കുക്കിൻ്റെ വീഡിയോയിലേക്ക് പോകല്ലേ? അപ്പോൾ നമ്മുടെ ഇഞ്ചി, മുളക്, വെളുത്തുള്ളി, വേപ്പില എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കത്തിയേറ്, വരട്ട കത്തി. ഇനി കത്തേറ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മീനിനെ നമുക്ക് ഇലയിൽ കൊടുന്ന് വീഴ്ത്തണ പരിപാടിയാണ്. അപ്പോൾ 2 മീനും അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. നല്ല വരഞ്ഞ് സെറ്റാക്കി തന്നെ അച്ഛൻ. അപ്പോൾ ഈ സാധനം നമ്മളെ നേരെ അങ്ങോട്ട് പോയിട്ട് വറുത്തടിക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യലേ കാണും. നമ്മുടെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി റെഡി ആയിട്ടാ. അപ്പൊ നമുക്ക് ഇതിൽ ഇതാ ആദ്യം മുളക് പൊടി ഇതിലേക്ക് ഇടുക. ഇതിൻ്റെ നമ്മളിപ്പോൾ മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇട്ടാണ്. അപ്പൊ നമ്മുടെ വല്ലി ഇതാണ് ഗൈസ്. നമ്മളിപ്പോൾ കുരുമുളക് പൊടി ഇതാണ്. എൻ്റെ കുക്കിങ് എന്താവും എന്തോ. ഫ്രണ്ട്സ്, എൻ്റെ കുരുമുളകും എല്ലാം ഇട്ടിട്ടുള്ള അവസ്ഥ കണ്ട. ഇതിപ്പോൾ മറ്റേ കോഴിക്കാർപ്പിൻ്റെ പോലെ ഉണ്ട്. എന്നാലും നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ആളൊന്ന് ഹെൽപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഈ മുളകൊക്കെ ആളുടെ കയ്യിൻ്റെ മേലെ പോയി ചെയ്ത പണി കിട്ടും. അപ്പോൾ നമ്മുടെ മാരിനേഷൻ ഏകദേശം നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മുളകൊക്കെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
ഗൈസ് നമ്മൾ ഉപ്പ് ഇപ്പം ഇടാൻ പോയാണ്. നമ്മൾ ആദ്യം ഒന്ന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടിയിലൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റാണ് ഉപ്പിടുന്നത് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് ഉപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പണി പോകണം. പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഉപ്പിട്ടപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം വിത്തൗട്ട് ഉപ്പ് മാരിനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് സാധനം അപ്പം ഗൈസ് നമുക്ക് ഫ്രൈ പാൻ വെച്ചാൽ നമുക്കിപ്പോൾ വേപ്പിൻ്റെ ഇല ഇതാ 1 2 3 ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ധൻവീടെ മീൻ ഒരു സൈഡ് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് ഞാൻ എപ്പോഴാണ് കുക്കറെ ഇയാണ് അവിടുത്തെ കുക്കർ കുറച്ച് നേരം പിടിക്കുന്ന ആവശ്യം പറയുന്നില്ല. നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. ഗൈസ് നമുക്ക് ഇവിടെ സവാള കുറച്ച് പണിയിടാം. ഇതിൻ്റെ മുകളിലിട്ട് കിടക്കാം. സെറ്റായ അപ്പോൾ നമ്മൾ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആശനെ കൊണ്ടത് എടുപ്പിക്കാൻ പറ്റില്ല. എന്നൊക്കെ ഉള്ളതല്ലേ, ഞാൻ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ ധൻവിയുടെ തൂളി വറുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നോക്കട്ടെ എങ്ങനെയുണ്ട് അവൻ്റെ കുക്കിംഗ് എങ്ങനെയുണ്ട് നോക്കട്ടെ. നന്നാവോ? നന്നാവില്ലേ? നമ്മുടെ നാരങ്ങ ബിരിയാണി നല്ല അടിപൊളി പിടയ്ക്കണ തൂളി വറുത്തതും സവോള. ബൈ.